നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കടലപ്പൊടി ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് റവ, 4 ടേബിൾ സ്പൂൺ തൈര്, 1 ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1 സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില. ഇനി ഇത് കുഴച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. റവ, തൈര്, ഇനി മുറിച്ച് വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിനി കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ഇഡ്ഡലിയുടെ പരുവത്തിൽ വെള്ളമാക്കിയാൽ മതി. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ ആക്കിയാൽ മതി. ഇതിന് 3 to 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നുവെച്ചാൽ ബേക്കിംഗ് സോഡയിൽ ഇടുന്നതാണെങ്കിൽ നമുക്ക് വേഗം ചൂടാൻ പറ്റും. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ ആക്കി വെച്ച മാവ് പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്ര വെള്ളം മതി, ഇതിലധികം വെള്ളം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മൂടി വെക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഒരു വശം വെന്തിട്ടുണ്ട്, ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 4 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിരുന്നു. എൻ്റെ പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.